നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നിന്നും തലനാരിഴയ്ക്ക് വിജിലൻസ് കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ക്ഷീണം മാറി വരുമ്പോഴേക്കും പിണറായി വിജയന് അടുത്ത പണി. ഇത്തവണ സുപ്രീം കോടതിയാണ് പിണറായിക്കെതിരെ വാളെടുത്തിരിക്കുന്നത്. കുപ്രസിദ്ധമായ ലാവ്ലിൻ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ നീക്കം. അന്തിമ വാദത്തിനായി 112ാമത്തെ കേസായാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 34ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയ കേസാണിത്. കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിന്റേത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. മെയ് 1, 2 തീയതികളിലും പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും മറ്റു ചില കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ അന്തിമവാദം ആരംഭിച്ചില്ല. 1996-97 കാലഘട്ടത്തിൽ കേരളത്തിലെ LDF സർക്കാരിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെയാണ് കേസിലേക്ക് നയിച്ച സംഭവങ്ങൾ. കേരളത്തിലെ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനും തമ്മിൽ കരാറിനെ കുറിച്ചാണ് കേസ്. ഈ കരാറിലൂടെ കേരള സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടായി എന്നാണ് കരുതപ്പെടുന്നത്. 2017 സുപ്രീം കോടതിയിലെത്തിയ കേസ് 6 വർഷത്തിനിടെ 4 ബെഞ്ചുകളിലായാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി. ജസ്റ്റിസ് CT രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത്. ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് CT രവികുമാർ പിന്മാറിയത്. ജസ്റ്റിസ് സൂര്യകാന്തിന് പുറമെ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് ഉജ്വൽ ഭുവിയാൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. കഴിഞ്ഞ സെപ്റ്റംബറിലും കേസ് പരിഗണനയ്ക്ക് എത്തിയെങ്കിലും CBIക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു മറ്റൊരു കേസിന്റെ തിരക്കിലായതിനാൽ കേസ് മാറ്റുകയായിരുന്നു. 2017 ഓഗസ്റ്റ് 23-നാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ഊർജ്ജ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. 2017 ഡിസംബറിലാണ് 3 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ്. കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയുള്ള CBIയുടെ അപ്പീലും ഹൈക്കോടതി വിചാരണ നേരിടണമെന്ന് പറഞ്ഞ 3 പ്രതികളുടെ ഹർജിയുമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. നേരത്തെ പലതവണയായി CBI ഉൾപ്പെടെ ആവശ്യപ്പെട്ടതിന്റെ ഫലമായാണ് കേസ് നീട്ടിവെച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.